നമസ്കാരം സുഹൃത്തുക്കളെ, വൺസ് അഗൈൻ വെൽക്കം ടു മൈ ടോക്ക് ഷോ. വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് സ്റ്റേറ്റ് ഓഫ് ഹോർമസിൽ. ഒരു ആനയെ കൊടുക്കാനായിട്ട് ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നത് പോലെ ഒരു ആന കുഴിയിൽ വീണാൽ പിന്നെ തിരിച്ചു കയറുക അസാധ്യമാണ്. ഇറാൻ ഇപ്പോൾ ഈ അവസ്ഥയിലാണോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. അതായത് ബ്ലോക്കേഡ് ചെയ്തവനെ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത്, ഇറാൻ ഇനി എന്ത് ചെയ്യും? ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണോ ഇറാന്? ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ പറയാത്തൊരു കാര്യമുണ്ട്. മലയാള മാധ്യമങ്ങൾ പറയുന്നു അമേരിക്ക സ്റ്റേറ്റ് ഓഫ് ഹോർമസ് ബ്ലോക്ക് ചെയ്തിരുന്നു. അമേരിക്ക സ്റ്റേറ്റ് ഓഫ് ഹോർമസ് അല്ല ബ്ലോക്ക് ചെയ്തേക്കുന്നത്, കംപ്ലീറ്റ്ലി പേർഷ്യൻ ഗൾഫ്, ഇറാനിൻ്റെ എല്ലാ പോർട്ടുകളും. ഒരു സാധനം വരണമെങ്കിലും പോകണമെങ്കിലും ഇറാന് അവരുടെ പോർട്ടുകളാണ് ആശ്രയം. എല്ലാ പോർട്ടുകളും കംപ്ലീറ്റ്ലി അമേരിക്ക ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്, അതിന് ഉത്തരങ്ങളും തരാം. മെയിനായിട്ട് ഈ ബ്ലോക്കേഡ് അമേരിക്ക സ്വന്തം ലാഭത്തിന്, അതായത് ഈ പറയുന്ന ലോകത്തിലെ മുഴുവൻ എണ്ണ വ്യാപാരം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ ഒരു നീക്കമാണോ ഇത്? അതോ ഇത് വെറും ഇറാനെ സാമ്പത്തികമായിട്ട് ദുർബലമാക്കുക, അതാണോ ഉദ്ദേശം? അതോ ഈ ആഗോള ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ലോകത്തെ മുഴുവൻ ഒരു ഊർജ്ജ പ്രതിസന്ധി ഉണ്ട് അല്ലേ? ഇന്ത്യക്ക് LPG കിട്ടുന്നില്ല, പിന്നെ പല രാജ്യങ്ങൾക്കും ഓയിൽ കിട്ടുന്നില്ല, അങ്ങനെ പ്രശ്നം. അതിനൊരു പരിഹാരമാണോ ഇത്? ആദ്യമേ ഞാൻ പറയട്ടെ, അമേരിക്കയുടെ ഉദ്ദേശം പരിഹാരമൊന്നും അല്ല. പരിഹാരമാണെങ്കിൽ പിന്നെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അമേരിക്ക വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ഇനി ഈ പറയുന്ന ഈ കനാലിൽ കൂടെ ഇനി ഒരു സാധനം പോവില്ല. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ആർക്കെങ്കിലും ഓയിൽ കിട്ടാത്തതുണ്ടോ? അപ്പോൾ സിംഗപ്പൂർ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, നിൻ്റെ കയ്യിൽ കാശുണ്ടോ? കാശുണ്ട്, എന്നാൽ നീ നേരെ അമേരിക്കയിലേക്ക് പോരാ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇതാണ് പരിപാടി. അതായത് ഈ ഒരു മാർക്കറ്റിൽ 140, 150 ഓയിലിൻ്റെ ബാരലിന് ഒരു ബെഞ്ച് മാർക്ക് അറിയാൻ സാധിക്കും, എല്ലാവർക്കും അറിയാം. ഈ ഒരു മാർക്കറ്റിൽ എത്ര കാശ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയുക. ഈ ഒരു അവസരത്തിൽ പണമുള്ളവൻ, കായുണ്ടോ കയ്യിൽ? കായുണ്ട്, എന്നാൽ പോരാ തരാം. ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ പുറകിലാണ് നിൽക്കുന്നത് ചൈന. എന്താ മാറി നിൽക്കുന്നത്? നീയും പോരെ, നിനക്കും തരാം. ആരുടെ കയ്യിൽ കാശുണ്ടോ? അത് കാശ് കയ്യിലുള്ളവൻ അവനാണ് തീരുമാനിക്കുന്നത്. അവൻ എവിടുന്ന് വേണമെങ്കിലും വാങ്ങാം. ഇപ്പം എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എനിക്ക് എവിടുന്ന് വേണമെങ്കിലും എന്തും വാങ്ങാം, ഹൂ കെയർ. പക്ഷെ കൊടുക്കുന്നവൻ എവിടെയിട്ട് വിൽക്കും? വിൽക്കേണ്ടവൻ എങ്ങനെ വിൽക്കും? ഇറാന്റെ സാമ്പത്തികം എന്ന് പറയുന്നത് 90% എണ്ണയെ ആശ്രയിച്ചാണ്. ഈ ഒരു നയം എന്ന് പറയുന്നത്, അമേരിക്കയുടെ നയം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ശരിക്കും അവരെ മഡൂറോയിൽ പ്രതീക്ഷ, വെനസ്വേലയിൽ ഇതാണ് പ്രതീക്ഷ. മാസങ്ങളോളം ബ്ലോക്കേഡ്, 4 കപ്പൽ കൊണ്ടിട്ടു, വരൂല പോകൂല, ഒരു പരിപാടിയില്ല. സംഭവം ഇത് തന്നെയാണ് ക്യൂബയിലും ചെയ്തവർ. വരൂല പോകൂല. അവസാനം ക്യൂബയായിട്ട് എന്തോ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ആയിട്ട് ഒരു ഷിപ്പൊക്കെ പറഞ്ഞു വിട്ടു. അതായത് ബ്ലോക്കേഡ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇവിടെ സംഭവിക്കാന്ന് പറയാം, എത്ര കാലം ഇറാനെ പിടിച്ചെടുക്കാൻ സാധിക്കും? ഇപ്പോൾ ഒരു കൊച്ചു രാജ്യമായി എന്താ പറയുന്നത് ഇസ്രായേൽ, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, 2 ആഴ്ചയിൽ കൂടുതൽ ഇസ്രായേലിലൊക്കെയാണ് ഈ ബ്ലോക്കേഡെങ്കിൽ 2 weeks മാക്സിമം ഇസ്രായേലിനെ പിടിച്ചേക്കാൻ സാധിക്കില്ല. 2ാമത്തെ ആഴ്ചയാകുമ്പോൾ ഇസ്രായേലെ വൈദ്യുതി നിലയങ്ങൾ അവസാനിപ്പിക്കും. അവിടെ എണ്ണ വേണം, അല്ലെങ്കിൽ ഊർജ്ജം വേണം, എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇറാന്റെ ഏറ്റവും വലിയ സാമ്പത്തികമായ സ്രോതസ്സിനെയാണ് ഇവരിപ്പോൾ ഈ പറയുന്ന കൈവച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ പറയുന്നു, ഇതിനെതിരെ ഞങ്ങൾ ഹൂതികളെ കൊണ്ട് ചെങ്കടലിൽ ഞങ്ങൾ ആക്രമിക്കും. സ്വന്തമല്ല, ഹൂതികളെ കൊണ്ട്. ഇവിടെ വലിയ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ ഇതിനു മുമ്പ് എന്ന് പറയുന്നത് കുവൈറ്റ്, ബഹ്റിൻ, ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഹോർമസും ഹിസ്ബുള്ളയും. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇവരുടെ ദാമാതാണ്, മരുമകനാണ് ഇറാന്റെ. ശരിക്കും പറഞ്ഞാൽ കൈവിടാൻ സാധിക്കില്ല. ഹിസ്ബുള്ള വിളിച്ചു പറയുകയാണ്, ദേക്കോ മാർപീട്ട് എത്ര ധൈര്യം അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നും പറയാത്തത്? കാരണം ഇറാൻ അവസാനം ഗതികെട്ട് പറയേണ്ടി വന്നു, നിങ്ങൾ ഹിസ്ബുള്ളയെ വെറുതെ വിടണം. കാരണം 10-15 കിലോമീറ്ററോളം ലെബനനിലെ ഇസ്രായേലെ കയ്യേറി കഴിഞ്ഞു, അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞ് കാല് പിടിച്ചു ഹിസ്ബുള്ള. ഇറാനോട് പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി ഈ അമേരിക്കയോടും ഇസ്രായേലിനോടും, ഇത് നാളെ എത്ര അടിച്ചുകൊണ്ടിരിക്കുന്നു, പരിധിയില്ലതൊക്കെ. അങ്ങനെ നോക്കുക, ഈ പറഞ്ഞ യുദ്ധം ഇപ്പോൾ ഹോർമുസിലും ലെബനനിലെ ഹിസ്ബുള്ളയിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുടെ നയം അതാണ്. എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും? ഇവിടെ ഞാൻ പറയുന്ന ഒരു ഊഹാപോഹം എന്ന് പറയുകയാണെങ്കിൽ, ഞാനൊരു സാധാരണ വ്യക്തിയാണ്, പക്ഷെ എൻ്റെ ഒരു ഊഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ബ്ലോക്കേഡ് വരുമ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ജനങ്ങൾക്ക് പണമില്ല. ഈ ഒരു അവസ്ഥ ഒരു വിമാനം ഇങ്ങനെ പെട്ടെന്ന് പറന്നു പോകും.
നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു വിമാനം പറന്നു, ആ വിമാനത്തിന് മുഴുവൻ ധനവും ഒരു 10-30 ആൾക്കാർ ഒരു വിമാനത്തിൽ പറക്കും, അതോടെ അവസാനിച്ചു. ഇതാണ് മറ്റേ പല രാജ്യങ്ങളും സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ പണവുമായി പോകുന്ന ആ ഒരു അവസ്ഥ വരും ഇറാനിലെ. കാരണം എത്ര കാലം പിടിച്ചെടുക്കാൻ സാധിക്കും അല്ല. അവർക്ക് ശരിയാണ്, അവർക്ക് ബലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, പക്ഷേ ബലിസ്റ്റിക് മിസൈൽ മാത്രം മതിയോ? കാരണം പണമില്ലെങ്കിൽ സംവിധാനങ്ങൾ മുന്നോട്ട് പോവില്ല, ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കില്ല, മിസൈൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. മിസൈൽ ഇല്ലെങ്കിൽ IRGC ഇല്ല, എന്തു ചെയ്യും? ഈ പറഞ്ഞ പൂഴിക്കടകൻ അവസാന വഴിയാണ് ട്രംപിന്റെ. ട്രംപ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു ഊർജ്ജ പ്രതിസന്ധി ഇല്ല ലോകത്ത്. യൂറോപ്പിനോട് പറയും നിങ്ങളുടെ കാശുണ്ടോ, നേരെ അമേരിക്കയിലേക്ക് പോലെ വേണ്ടി പ്രത്യേക ഒരു വിൻഡോ അല്ലെങ്കിൽ ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. യൂറോപ്പിലൊരു ടേബിള് കാശ് വാങ്ങാൻ, പിന്നെ ഇന്ത്യയിലേക്ക് ഒരു ടേബിള്, വരുന്ന ഒരു ഏഷ്യക്ക് വേറൊരു സംവിധാനം. അതായത് ട്രംപിന്റെ പരിപാടി ഇതാണ്. അതിൽ എല്ലാവർക്കും എണ്ണ കിട്ടും. എണ്ണ കിട്ടാതെ ഒരു രാജ്യത്തിനും പ്രശ്നമില്ല. പക്ഷെ ഈ വഴി കൂടെ എണ്ണ പോകില്ല. ശരിയാണോ തെറ്റാണോ എന്തായി തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതൊരു പൂഴിക്കടകരാണ്. ഇതിൽ നിന്ന് ഇറാൻ തിരിച്ചു വരാൻ സാധിക്കും. ഇപ്പൊ ഈ ഇസ്ലാമാബാദ് പറയുന്ന ചർച്ച പോലും അമേരിക്ക ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല. അതായത് ഇറാനിൽ നിന്ന് 4-5 പേര് സ്പീക്കർ വന്നു, അവരെ ഇരുത്തി ഒന്ന് ഭീഷണിപ്പെടുത്താൻ എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു ഉദ്ദേശം. അത് അമേരിക്ക അറിയാൻ ഒരു സൊല്യൂഷൻ അല്ല. അവർ വരട്ടെ, അവരെ ഒരു ദിവസത്തോളം അവരെ സമ്മർദ്ദത്തിലാക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ഇപ്പൊ ഇത് സമ്മർദ്ദം, വേറെ ഒന്നുമില്ല. ഈ സമ്മർദ്ദം താങ്ങാനാകുമോ? നമുക്ക് കണ്ടറിഞ്ഞ് കാണാം.